നമസ്കാരം. മറുനാടിനെ വേട്ടയാടാൻ വേണ്ടി പിണറായി സർക്കാർ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ കള്ളക്കേസുകളൊക്കെ വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മിക്കതും ആഘോഷിക്കുമായിരുന്നു. പ്രത്യേകിച്ച് 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും മീഡിയ വണും കൈരളിയും അവരുടെ നിലപാടിനെതിരെ മറുനാടിനെടുക്കുന്ന അന്തസ്സുള്ള ധീരമായ നിലപാടിൻ്റെ ഭാഗമാണ്. ഇത് വിശ്വസിച്ച് മറുനാടൻ വിരുദ്ധരായ പലരും ബ്ലാക്ക് മെയിലറാണ്, അഴിമതിക്കാരനാണ്, തട്ടിപ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബഹളം വയ്ക്കുന്ന കാണാം. അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നെങ്കിലും എവിടെയെങ്കിലും മറുനാടൻ പണം ചോദിക്കുന്നതോ കുറ്റകൃത്യം ചെയ്തതിന് ഒരു തെളിവ് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമെന്ന് ഒരാൾക്കും ഒരു ചാനലിനും അത് സാധിച്ചിട്ടില്ല. എന്നാൽ വിചിത്രമായ സംഗതി, ഓൺലൈൻ ചാനലുകളുടെയും ഫേസ്ബുക്ക് പേജുകളുടെയും ഒക്കെ പേരിൽ സ്വയം മാധ്യമ പ്രവർത്തകൻ ചമഞ്ഞ് കാറിൽ പ്രസ് എന്നൊക്കെ ഒട്ടിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തി തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന അനേകം പേർ നമുക്കിടയിലുണ്ട് എന്നതാണ്. അറിയപ്പെടുന്ന ചില ഓൺലൈൻ ചാനലുകൾ അടക്കം മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത് സാധാരണ സംഭവമാണ്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും എൻ്റെ അടുത്ത് എത്താറുണ്ടെങ്കിലും അത് വിട്ടുകളയുന്നതിൻ്റെ കാരണം അവർക്കതൊരു പബ്ലിസിറ്റി ആകും. നമ്മളങ്ങനെ പറഞ്ഞാൽ അവരുടെ പേജിന് ലൈക്ക് കിട്ടും, ഫോളോവേഴ്സിനെ കിട്ടും, അവരുടെ യൂട്യൂബിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും, മറുനാടൻ വിരുദ്ധർ അവിടെ ഓടിക്കൂടും എന്നതൊക്കെ കൊണ്ടാണ്. എന്നാൽ ചിലർ ഇങ്ങനെ പത്രക്കാരനാണ്, യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് മാത്രം ശീലമാക്കി നടക്കുകയും അവർക്കെതിരെ പല FIRകൾ വീണിട്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാത്ത വിധത്തിൽ പോലീസ് അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിശബ്ദരായിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഒരു മഹാഫ്രോഡിനെ, ഒരു തട്ടിപ്പുകാരനെ അനാവരണം ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ വഴി ലക്ഷ്യമിടുന്നത്. കൊല്ലത്ത് മയ്യനാട് താമസിക്കുന്ന രാഗം രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഒരു തട്ടിപ്പുകാരനാണിത്. ഇയാൾ പത്രക്കാരനാണെന്ന് അവകാശപ്പെടുന്നു. ഇയാൾക്കൊരു ഫേസ്ബുക്ക് പേജോ മറ്റോ ഉണ്ട്. ഫേസ്ബുക്ക് പേജിലൂടെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക എന്ന പണിയാണ് ഇയാൾ ചെയ്യുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണമുണ്ടാക്കുക, പലരെയും കള്ളക്കേസിൽ കൊടുക്കുക തുടങ്ങിയ പണികളിലൂടെ അയാൾ ഇങ്ങനെ വിരാജിക്കുകയാണ്. അയാൾക്കെതിരെ നിരവധി കേസുകൾ പലപ്പോഴായി എടുത്തിട്ടുണ്ട്. പക്ഷെ അയാൾ ഒന്നും ചെയ്യുന്നില്ല. അയാളെ തൊടാൻ കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയ ബന്ധം അദ്ദേഹം CPMൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കൊല്ലം MLA മുകേഷിൻ്റെ വലങ്കയായി നിന്നുകൊണ്ടാണ് അയാൾ തട്ടിപ്പുകളൊക്കെ നടത്തുന്നത് എന്നാണ് അയാളുടെ ഇരകൾ പറയുന്നത്. അയാളുടെ ഇരകൾ ഒന്നും രണ്ടുമല്ല, ഭയപ്പെടുത്തുന്നതാണ്. ഇയാളുടെ ചിത്രം മനസ്സിൽ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളും ഇരകളാവാം. പലതരത്തിൽ തട്ടിപ്പ് നടത്തുന്നു. മറ്റുള്ളവരിൽ നിന്ന് പണം ശേഖരിക്കാൻ അനേകം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് ഉന്നത ബന്ധമുള്ളത് കൊണ്ട് തന്നെ മറ്റ് പലയിടങ്ങളിലും തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നു. അയാളുടെ തന്നെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ തട്ടിച്ച സാഹചര്യമാണ്. അതിനെ അത്ഭുതപ്പെടുന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കി 5 ലക്ഷം രൂപ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനം പോലും അയാൾക്കില്ല. അയാളൊരു ഫേസ്ബുക്ക് പേജ് നടത്തുന്ന ആളാണ്. അതാണ് ഏറ്റവും ഒടുവിൽ അയാൾക്കെതിരെ FIR ആയി വന്നിരിക്കുന്നത്. ആ FIRൽ ഇങ്ങനെ പറയുന്നു, IPC 420 IPC 34 ഇട്ട് അയാളെ കുറ്റവാളിയാക്കി എടുത്തിരിക്കുന്ന കേസ്. പരാതിക്കാരിയുടെ പേര് രാധാകുമാരി എന്നാണ്. അതിൽ പറയുന്നു, ആവലാതിക്കാരിയെ ചതിച്ചും വഞ്ചിച്ചും രൂപ കൈക്കലാക്കി അന്യായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1ഉം 2ഉം പ്രതികൾ ചേർന്ന് ആവലാതിക്കാരുടെ മകളുടെ മകനായ ഗൗതം അനിലിന് പ്രതികളുടെ ഉടമസ്ഥതയിൽ ഉള്ള ഓൺലൈൻ ചാനൽ HR മാനേജറായി ജോലി എടുക്കാമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ ആവലാതിക്കാരി ഗൂഗിൾ പേ വഴി 28/2/2024 പ്രതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. തുടർന്ന് ജോലിയോ പണമോ തിരികെ കൊടുക്കാതെ ചെയ്യാതെ ചതിച്ചും വഞ്ചിച്ചും പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹകളും പ്രവർത്തിച്ച് അന്യായ ലാഭം നേടി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം രൂപ ഇതിന്റെ FIR ആണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. അപ്പോൾ പലർക്കും തോന്നും വെറുതെ ആയിരിക്കുമല്ലോ, കാരണം ഇങ്ങനൊരു എന്തെങ്കിലും മറ്റൊരു സാമ്പത്തിക ഇടപാടായിരിക്കുമെന്ന് കേസാണെന്ന്. അല്ല, ഇയാൾക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP കൊടുത്ത റിപ്പോർട്ട് കാണുക. ഏറ്റവും ഒടുവിൽ ഇയാൾക്ക് മേൽ കാപ്പ ചുമത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. കമ്മീഷണർ പോലീസ് ശ്രീ രാഗൻ രാധാകൃഷ്ണൻ എന്ന രാധാകൃഷ്ണനെതിരെ ലഭിച്ച പരാതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംബന്ധിച്ച് മേൽ സൂചന പ്രകാരം ബഹുമാനപ്പെട്ട അങ്ങയുടെ ഓഫീസിൽ നിന്നും അയച്ചു കിട്ടിയ പരാതി പരിശോധിച്ച് കൊല്ലം ജില്ലയിൽ മയ്യനാട് വില്ലേജിൽ നടുവകൽക്കര നിലയിൽ ചേരിയിൽ രാഗം വീട്ടിൽ കുട്ടൻപിള്ള മകൻ 41 വയസ്സ് രാഗൻ രാധാകൃഷ്ണൻ എന്ന രാധാകൃഷ്ണൻ കൊല്ലം വെസ്റ്റ് ക്രൈം 13/013 അണ്ടർ സെക്ഷൻ 143 140 അങ്ങനെ പോകുന്നു. ഏതാണ്ട് 5 കേസ് കൊടുത്തിരിക്കുന്നു കിളികല്ലൂരിൽ. ആയതിനാൽ തിയാനെതിരെ കരുതൽ നടപടിയുടെ ഭാഗമായി കൊട്ടിയം സ്റ്റേഷൻ പരിധിയിൽ റൗഡി ഹിസ്റ്ററി ഷീറ്റ് 107 CRPC തുടങ്ങിയ ആരംഭിച്ച് നിരീക്ഷിക്കുന്ന ഉചിതമായിരിക്കും. റിപ്പോർട്ട് അങ്ങയുടെ മേൽ നടത്തി. ഇതായത് ഇയാളെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പോലീസിന്റെ റിപ്പോർട്ടാണ്. ഇതൊന്നുമല്ല, ഇയാൾ അനേകം പേരെ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുന്നു, അനേകം പേരെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇയാൾ നമ്മുടെ പീതാംബരക്കുറുപ്പ്, പണ്ട് പീതാംബരക്കുറുപ്പ് ഒരു നടിയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ കേസുണ്ടായിരുന്നു.
ആ കേസിൽ ഇടനില നിന്ന് പീതാംബരക്കുറുപ്പിനോട് കാശ് മേടിച്ചതിന്റെ പരാതിയും കേസും നടന്നിരുന്നു. നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെ പിന്നിൽ ഇയാൾ പ്രവർത്തിച്ചു, പണം മേടിച്ചു എന്ന ആരോപണമുണ്ട്. കൊല്ലത്തെ ഇൻഡസ് മോട്ടേഴ്സിന്റെ ഒരു ബിജു ദേവരാജൻ, ഇയാൾ പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ പൊട്ടിത്തെറിച്ച് കേസ് കൊടുത്തൊരു പരാതി കൊടുത്ത സംഭവമുണ്ട്. വിജയ ദേവരാജൻ പറഞ്ഞ ഇങ്ങനെയാണ്: എൻ്റെ സ്ഥാപനത്തിൽ സത്യത്തിൽ റെൻ്റ് കാറുകാരന്മാരെ കൊണ്ട് ഉമയനെല്ലൂർ ഇതൊരു കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് ഞാൻ പറയുകയല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഇപ്പം കണ്ടെത്തിയ സംഭവമാണ് ഇത്. ഞാൻ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പോയി ഇതിന് കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി അവസാനം മുഖ്യമന്ത്രി ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്രൈംബ്രാഞ്ച്, കൊല്ലം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് കണ്ടെത്തി. ഇത് ഒരു കൊട്ടേഷൻ 5 ലക്ഷം രൂപയായി 3 ലക്ഷം ആദ്യം കൈപ്പറ്റി, പിന്നെ ഒരു കൊട്ടേഷൻ കൊടുത്ത് ഒരു കൊട്ടേഷൻ വർക്ക് ഏറ്റെടുത്ത ഇവൻ വന്നേന്നുള്ളത്. അത് അതിനുള്ള ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഇവൻ എന്നോട് എൻ്റെ സ്ഥാപനത്തിൽ പലതവണ വന്ന് 25,000 രൂപയുടെ പരസ്യം കൊടുക്കണം ഇതിലേക്ക്. ഇവൻ അവിടെ വന്നതാ, എൻ്റെ അവിടെ സ്ഥാപനത്തിൽ അന്ന് ഇവൻ്റെ കൂടെ വന്നവനെയാ വിട്ടേക്കുന്നത്. വിട്ടിട്ട് പറയുക നമുക്കിത് സെറ്റിൽ ചെയ്യാം, 5 ലക്ഷം രൂപ എന്നാൽ നിൻ്റെ ഇപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നവുമില്ല, നീ എനിക്കെതിരെ കേസും വഴക്കുമായിട്ട് പോകരുത്. ആ രീതിയിൽ ഞാൻ പറഞ്ഞ എൻ്റെ ജീവൻ അവസാനം വരെ ഉണ്ടെങ്കിലും ഞാൻ നിയമത്തിൻ്റെ അങ്ങേയറ്റം വരെ പോവുകയും ചെയ്യും. സമാനമായിട്ടുള്ള ആളുകളുമായിട്ട് ഞാൻ സഹകരിക്കുകയും ചെയ്തു. നിനക്ക് ചെയ്യാൻ പറ്റും. അവൻ പറയാം, എന്നാൽ നിനക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും, നിന്നെയും നിന്റെ കുടുംബത്തിനും വരാൻ പോകുന്ന ആപത്തുകൾ കണ്ടോ എന്നും പറഞ്ഞിട്ട് അവൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ട്. അതിനുശേഷം എൻ്റെ മകളെ വെച്ചിട്ട് ഇവൻ വ്യാജമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവൻ വിട്ടിയത് അപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിനെ ആക്രമിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലും ചെയ്തു. ഞാൻ അപ്പം തന്നെ കിളികല്ലൂർ പോലീസിനും പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഞാൻ കൊണ്ടുപോയി ഇപ്പോൾ ഈ എനിക്കെതിരെ വന്ന് ഇവൻ പണം ചോദിച്ചതും ഇതുമായിട്ട് ഞാൻ കൊടുത്ത്. ഞാൻ പറയും, എനിക്ക് 10 ദിവസം തന്നെ ഞാൻ 4-5 പരാതി ഇപ്പം കമ്മീഷണറുടെ മുമ്പിൽ കൊണ്ടുവന്ന്, മേഡം ഇതിനെതിരെ ഒരു നടപടി എടുക്കണം, അല്ലെ ഒരു സ്പെഷ്യൽ അന്വേഷണം നിങ്ങൾ നടത്തണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കിളികല്ലൂർ SHO ആണ്. ക്രൈംബ്രാഞ്ച് ഇത് ഇവിടെ ആദ്യം അന്വേഷിച്ചു. ഈ കേസ് അന്വേഷിക്കാൻ വന്ന് മാരകായുധങ്ങളും പെട്രോൾ അടക്കം കൊണ്ടുവന്ന് ഇത് കത്തിച്ച് കളയാനെന്നും പറഞ്ഞ് ഈ സ്ഥാപനത്തിൽ 10-20ഓളം ഗുണ്ടകളുമായിട്ട് ഇവൻ വന്ന് ഇത്രയും ചെയ്തിട്ട് ഈ പോലീസ് ഇത് ചെയ്തിട്ട് പിറ്റേ ദിവസം തൊട്ടായിട്ട് FIR എടുക്കാൻ ഇവർക്ക് മടി കാണിക്കുന്നു. ഇതിന്റെ പിന്നിൽ വളരെ ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന CPM-ന്റെ വളരെ കൊല്ലത്തെ ഇപ്പോൾ അടുത്ത MLA ആവാൻ മത്സരിക്കാൻ നിൽക്കുന്നവരും MLA ആയിട്ടുള്ളവരടക്കമുള്ളവർ ഇതിനകത്ത് ഇവന് വേണ്ടി ഈ പറയുന്ന എന്താ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ കൂട്ടിക്കൊടുപ്പ് പണിയെടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ അവിടെ ഇവനെ പോലുള്ളവനെ വെച്ച് പല പ്രമുഖരായ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ കൂട്ടിയിരിക്കുകയാണ്. ഒരു മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അയൽപക്കക്കാർ തമ്മിൽ തർക്കമുണ്ടായി. അവിടെയും ഇയാൾ ഇടപെട്ടു. എന്നിട്ട് കാശ് ചോദിച്ചു. കിട്ടാതെ വന്നപ്പോൾ ഒരാളുടെ മകനെ ഭ്രാന്തനായി ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. എന്നെ എൻ്റെ കുടുംബത്തെയും വളരെ അപമാനകരമായാണ് ഇയാൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു ആത്മഹത്യയുടെ വക്കിലാണ്. കാര്യം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇത് കാണുന്ന പ്രേക്ഷകർ വരെ ഇതൊന്ന് ചിന്തിക്കണം. ഞങ്ങളെ വളരെയധികം കുറേ പിള്ളേരെ വിളിച്ചിട്ട് മോശമായിട്ട് ഞങ്ങളെ വീട്ടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇവൻ ഞങ്ങളെ അപമാനിച്ച് ഏത് രീതിയിലാണ് ഞങ്ങൾ മരിക്കാൻ പോവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 10-36 കുടുംബങ്ങളെ ഇവൻ ഇതേ കണക്ക് വേറെ ആൾക്കാരുണ്ടായിട്ടാ, വേറെ ഒരുപാട് ഇവന്റെ പേരിലുള്ള FIR-കളാണ്. മുഖ്യമന്ത്രിക്കും DGP-ക്കും സകലർക്കും ഞങ്ങൾ കൊടുത്തിരിക്കുക. ഒരുപാട് ആൾക്കാർ ഇതേണൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഗവർണർക്ക് വരെ ഞങ്ങൾ പരാതി, എൻ്റെ മോൻ സുഖമില്ലാത്ത മോൻ പരാതി എഴുതി കൊടുത്തിരിക്കുക. 2 വർഷമായിട്ട് ഞാൻ അവൻ്റെ പിതാവാ, ഭക്ഷണം കഴിക്കുന്ന ശരിയാണ്. 2 വർഷമായിട്ട് എൻ്റെ മോൻ ഒരു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയേ അവൻ്റെ അസുഖം മാറാൻ വേണ്ടി പിതാവ് കണ്ണീരോട് കൂടി പറയുന്ന വാക്കുകൾ വ്രതമെടുത്ത് അവൻ നൊയമ്പ് നോറ്റ് നിൽക്കുക. അവന് മല പോലും ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ മോനെ ഇവൻ ചേർന്ന് അപമാനിച്ചിരിക്കുക. ആ മകൻ പലതവണ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിക്കുക. ജനങ്ങൾ മൊത്തം നീ അങ്ങനൊന്നും ചെയ്യരുത്, ഇത് കണ്ടൊന്നും വരളരുത്. ഇവൻ്റെ രീതി ഇയാളുടെ ന്യൂസിലൂടെ പറഞ്ഞത് 6 വർഷമായിട്ട് അയാൾക്ക് എന്നെയും എൻ്റെ മകനെയും അറിയാം. എനിക്കും എൻ്റെ മകനും മാനസിക രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന വ്യക്തികളെന്നാണ് ഇയാൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. മോൻ പെണ്ണ് കിട്ടിയതാണോ? എൻ്റെ മകനും വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒരു ജോലി ആയിട്ടില്ല, ഒന്നുമില്ല. എൻ്റെ മകൻ്റെ ജീവിതത്തെ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ എൻ്റെ മകൻ ഇപ്പോൾ ഒരു രോഗിയാണ്. രോഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ശ്വാസകോശത്തിലും കരളിലെല്ലാം മുഴകൾ ബാധിച്ച് എൻ്റെ മകന് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിൽ കഴിയുകയാണ്. അപ്പോൾ ആ മകൻ്റെ മാനസികമായും എൻ്റെ മകനെന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ ശാരീരികമായിട്ട് വളരെ
അവശതയിലാണ്. ഇങ്ങനെ 100 കണക്കിന് പരാതികൾ, അനേകം കേസുകൾ, തട്ടിപ്പും ബ്ലാക്ക് മെയിലിങ്ങും മുഖമുദ്രയായി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ FIR ഇടാറുണ്ട്, ഗുണ്ടാലിസിൽപ്പെടുത്തുന്നത് പറയാറുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. രാഷ്ട്രീയ ബന്ധം അയാളെ സംരക്ഷിക്കുന്നു, അയാളെക്കുറിച്ചൊരു പത്രവും വാർത്ത കൊടുക്കുന്നില്ല, അയാൾ സുരക്ഷിതനായി തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്. ഇത്തരം തട്ടിപ്പുകാരെ സൂക്ഷിക്കുക. നിങ്ങളുടെ അടുത്ത് ഏത് വേഷത്തിലും ഏത് രൂപത്തിലും വരാം. ഒരിടപാടിനും പോവരുത്. ഏതിടപാടിനും പോയാലും നിങ്ങൾ പെട്ടുപോകും. നിങ്ങളുടെ ശത്രുക്കൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇയാളുടെ സഹായം തേടാമെന്ന് വെച്ചാലും പണിയാകും എന്ന് മറക്കരുത്. കരുതലെടുത്താൽ നിങ്ങൾക്ക് നല്ലതാണ്.